ഹലോ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവം ചിക്കൻ കുറുമ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അത് കുക്കറിൽ വെച്ച് 20 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ടോ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാഷ്യൂനട്ട്, മല്ലിയില, വേപ്പില. ഇനി ആവശ്യമായത് ഒരു അരമുറി തേങ്ങയുടെ തലപ്പാലും വേണം, രണ്ടാം പാലും വേണം. ഇനി ചൂടായ പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായി വരുമ്പോഴേക്കും സവാള ഇട്ട് വഴറ്റുക. അല്പം ഉപ്പും കൂടി ചേർത്ത് വേണം വഴറ്റാനായിട്ട്. അപ്പോൾ സവാള നന്നായി വഴണ്ടി കിട്ടും. അതിനുശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല ഉടഞ്ഞു വരണം. അതിലേക്ക് വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പൊടി ഐറ്റംസായിട്ട് നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ എന്നിവയിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ച് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തതിന് ശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച മസാല അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. എൻ്റെ കുക്കറിൽ ഒരു വിസിൽ മതി കേട്ടോ. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേണം ചിക്കൻ ഇട്ട് വേവിക്കാനായിട്ട്. എൻ്റെ കുക്കറിൽ ഒരു വിസിൽ വന്നാൽ വെന്ത് കിട്ടും. അപ്പം വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇത് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സവാള വഴറ്റിയ പാനിലേക്ക് തന്നെ പകർത്തി ആ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് തീ കത്തിച്ചു കൊടുക്കണം. വെള്ളം നന്നായി പറ്റിയ ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 2 മിനിറ്റ് വരെ നന്നായിട്ട് തിള വന്ന വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടി അരച്ചതും കൂടി ചേർത്ത് കൊടുത്ത് മല്ലിയിലയിട്ട് തീ ഓഫ് ചെയ്യാം. മല്ലിച്ചീരയിട്ട് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കുറുമ തയ്യാറായി കഴിഞ്ഞു. പുട്ട്, ഇടിയപ്പം, വെള്ളയപ്പം, പൊറോട്ട എന്നിവയുടെ കൂടെ ഈ കറി സെർവ് ചെയ്യാം കേട്ടോ. നല്ല രുചികരമായ ചിക്കൻ കുറുമ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.